സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ യുദ്ധം നടക്കുന്നുണ്ട്, മറു സൈഡിൽ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മാധ്യമങ്ങളിലേക്ക് പോയി കഴിഞ്ഞ സുജിയ പാർവതി എങ്ങനെ തകർക്കും എന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ശ്രീകണ്ഠൻ നായരോട് ഏതോ ഒരു വേട്ടാവളിയൻ ചോദിക്കുകയാണ്, സാറേ എന്തിനാണ് ഇങ്ങനെ ചായക്കപ്പ് കുടിച്ച് നിൽക്കുന്നത്, ഇപ്പോൾ നോമ്പ് കാലമല്ലേ എന്ന് ചോദിച്ചതും ശ്രീകണ്ഠൻ നായർ ആ ഒരു നിമിഷത്തിൽ തന്നെ പറഞ്ഞു, ഇനി ഞാൻ ചായ കുടിക്കുന്നില്ല, ഇനി ഞാൻ ചായയും കൊണ്ടിങ്ങനെ വരത്തില്ല എന്ന് അദ്ദേഹം ഒരു സ്വതന്ത്ര ശൈലിയിൽ പറഞ്ഞതാണ്. അപ്പോഴേക്കും നമ്മുടെ പിന്നെ അരുൺ കുമാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ചായ കുടിക്കും, എന്നോട് ആരും ചോദിക്കത്തില്ല, നോമ്പുള്ള ഒരാളും മറ്റുള്ളവരോട് ചോദിക്കത്തില്ല ചായ കുടിക്കണോ എന്ന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് സുജിയ പാർവതിയുടെ ഇംഗ്ലീഷിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഏതായാലും അരുൺ കുമാർ പറയുന്ന കാര്യങ്ങൾ, അതായത് നോമ്പുള്ള ഒരാളും മറ്റൊരാളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കത്തില്ല, നോമ്പുള്ള ഒരാൾ പോലും മറ്റുള്ളവരോട് പോയിട്ട് നീ നോമ്പെടുക്കടാ, നീ എന്തിനാണ് എൻ്റെ മുന്നിൽ നിന്ന് ചായ കുടിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം അരുൺ കുമാർ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പോലും നോമ്പില്ല ആളെ മുമ്പിൽ പോയിട്ട് ബിരിയാണി കഴിക്കത്തില്ല അരുൺ കുമാറെ. അതായത് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗൾഫിലൊക്കെ താങ്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ? അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കും. എന്താണെന്ന് വെച്ചാൽ നോമ്പുകാരൻ മുന്നിലുണ്ടെങ്കിൽ അവരൊന്നും ഭക്ഷണം കഴിക്കത്തില്ല, ഒരാൾ പോലും ഭക്ഷണം കഴിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ ഒരു ഐക്യമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ശ്രീകണ്ഠൻ നായർ എന്ന് അങ്ങനെ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം എന്നുള്ള തരത്തിൽ അത് വളച്ചൊടിക്കാനും അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കയ്യടികൾ നേടാനുമാണ് നമ്മുടെ അരുൺ കുമാർ ശ്രമിച്ചത്. മറ്റെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ നായർ മറ്റേ ജിഹാദികളുടെ ഇതിൽ വീണുപോയി, അവരുടെ ഭീഷണിക്ക് മുന്നിൽ വീണുപോയി, എൻ്റെ പൊന്ന് ശ്രീകണ്ഠൻ നായർ നിങ്ങൾ അങ്ങനെ വീഴാൻ പാടില്ലായിരുന്നു എന്ന് കുറേ എണ്ണം വന്നിട്ട് ഇവിടെ കൊണയ്ക്കുന്നുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കൊണയ്ക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്ന മക്കളെ, ജിഹാദികളുടെ മറ്റുള്ള മുമ്പിലൊന്നും അല്ല, ഏതോ ഒരുത്തൻ, അതായത് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഏതോ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതായത് ഞങ്ങളെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ വന്ന് കാപ്പി കുടിക്കുന്നത്, ചായ കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള കുറേ ടീമുകൾ അതൊരു ഇഷ്യൂ ആയി എടുക്കുകയും, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ആരോ ആണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരേ ഐഡിയ എന്ന് വന്ന ഒരുപാട് കമന്റുകൾ കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു വിദ്വാന്റെ പണിയായിരിക്കും, മാധ്യമ പ്രവർത്തകരിലായിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്വാന്റെ പണിയായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജിയ പാർവതിയുടെ ഇംഗ്ലീഷിനെ പറ്റിയാണ്. ആ ഇംഗ്ലീഷിനെ പറ്റി പോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സുജിയയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെ സുജിയയ്ക്ക് അത് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ, നമ്മളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്, നമ്മൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പറയുന്നവരാണ്. അപ്പം അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സുജിയ പാർവതിയെ പോലെ ഇത്രയും ടാലന്റ് ഉള്ള, അല്ലെങ്കിൽ അയാൾ ചോദിച്ച ആ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസിയാണ്, ഒരു വലിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യമൊന്നല്ല സുജിയോട് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് സുജിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ കൊണകൾ വേറെ അടിക്കുന്നുണ്ട്. അവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സുജിയ പാർവതി എവിടെ പോവുകയോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു സംഭവം അത്ര വലിയതൊന്നുമല്ല. ഞാൻ ഇപ്പോൾ 2 ദിവസമായി കാരണം എനിക്കൊരു ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അവർ വലിയ വാർത്തകൾ കൊണ്ടുവരും, വലിയ ഇത് കൊണ്ടുവരും, അവരൊരു തേങ്ങയും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിൽ അയിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിചൂടാ മന്നെന്നൊക്കെ ഇവർ പറയുന്നതല്ലേ. പ്രേക്ഷകർക്ക് അങ്ങനെയൊന്നുമില്ല. അനിലായാലും വേണ്ടിയില്ല, ശ്രീകണ്ഠനായാലും വേണ്ടിയില്ല, ഇനി മറ്റുള്ളവരായാലും വേണ്ടിയില്ല, നമുക്കൊരു യുക്കുമില്ല. നല്ല വാർത്തകൾ ഇവരെടുക്കുന്ന പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. 12,000 രൂപ കൊടുത്ത സുജിയ പാർവതി അവിടെ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ വെറുതെയൊന്നുമല്ല. സുജിയ പാർവതിയെ പോലെയുള്ള ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആക്ടിങ്ങിലൂടെയും കുറച്ച് ഇതിലൂടെയും കുറച്ച് എന്താ പറയുക പ്രേക്ഷകരെ പിടിച്ചിരുത്താമെന്ന് കൃത്യമായിട്ട് ബിഗ് ടി വിൻ്റെ ഓണർമാർക്കറിയാം. അവന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പൊതുജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവരിവിടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സുജിയ ആയാലും പിന്നെ അനിലായാലും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സാലറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പം ഞാൻ ഒരു പെട്ടിക്കടയിൽ നിൽക്കുന്നവനാണ്, അടുത്ത പെട്ടിക്കടയിൽ നിന്ന് എന്നോട് പറയുകയാണെന്ന് എനിക്ക് 200 തരാൻ ഞാൻ അങ്ങോട്ട് പോകും, അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് 300 തരാമെന്ന് ഞാൻ അങ്ങോട്ട് പോകും, അടുത്ത വലിയ സ്റ്റോറിൽ നിന്ന് നിനക്ക് 500 തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. അത്രയേ ഉള്ളൂ മാധ്യമ പ്രവർത്തന ധർമ്മം. അല്ലാതെ ഇതൊന്നും പറഞ്ഞാൽ ഒരുത്തൻ്റെയും വീട്ടുകാരെയോ നാട്ടുകാരെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ചുക്കുമല്ല. അതാണ് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരിൽ ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ നീലേശ്വരം, അതുപോലെ തന്നെ ടി.എൻ. ഗോപകുമാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അത് ചെയ്തു തീർക്കണം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്.
ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരൊന്നുമില്ല. ഇപ്പോഴെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് പണം തന്നെയാണ്. ഇപ്പൊ എന്തിനധികം പറഞ്ഞു, നേഴ്സന്മാർ വരെ പറഞ്ഞു ഞങ്ങളെ ദൈവത്തെ ഓർത്തിട്ട് മാലാകമാരെന്ന് വിളിക്കല്ലേ, ഞങ്ങൾക്ക് ചെലവുണ്ട്. മാലാകമാർക്ക് വിതക്കണ്ട, കൊയ്യണ്ട, ഒന്നും വേണ്ട. മാലാകമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന മണവാട്ടികളാണെന്നല്ലേ പറയുന്നത്. അവർക്കെന്തിനാണ് പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് സാലറി കൊടുക്കാത്തത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാലാകമാരെ ഞങ്ങൾ സൃഷ്ടിക്കല്ലേ, അയ്യോ ഞങ്ങൾക്ക് മാലാകയാകാൻ താല്പര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് നേഴ്സന്മാർ കരിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു സാറന്മാരെ, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു തമാശ പറഞ്ഞാൽ പോലും അതൊരു വലിയ വർഗീയ വിധത്തിലേക്കും അതുപോലെ തന്നെ വലിയൊരു ഫൈറ്റിലേക്കും കൊണ്ടുപോകാനാണ് ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 3-4 ദിവസമായിട്ട് ഒരു നോമ്പിന്റെ പേരും പറഞ്ഞിട്ട് എന്തോ ഒലക്കെ എന്തോ മാങ്ങാത്തോലിയവന്മാർ പറയുന്നത്. അതായത് നോമ്പെടുക്കാൻ വേണ്ടി ഇവിടെ ഒരാളെ പോലും നിർബന്ധിക്കുകയില്ല. പിന്നെ വേറൊരു കാര്യം, ഈ മുസ്ലിം രാഷ്ട്രത്തിൽ പോയാലും ദുബായിൽ പോലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ നൊയമ്പുകളും കൃത്യമായിട്ട് എടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ അസുഖത്തിന്റെ പേരിൽ, പിന്നെ ചില ആൾക്കാരൊക്കെ ഒളിച്ചു നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവിടെയായാലും അങ്ങനെ തന്നെയല്ലേ, ഇവിടെ ആരാണ് കൃത്യമായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള വിശ്വാസികൾ എടുക്കുക. നമ്മൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ വേറെ എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉണ്ടാകും. ആരെയും ഒന്നിനും അടിച്ചേൽപ്പിക്കാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊരു ട്രിക്കാണ് എല്ലാത്തിൻ്റെയും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് റേറ്റിംഗ് കിട്ടത്തുള്ളൂ. ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങൾക്കും വേണ്ടിയല്ല. ഇംഗ്ലീഷ് അറിയില്ല, അതുപോലെ തന്നെ ചായ കുടിക്കത്തില്ല, പിന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല. എന്തോ നാട് ഇത് പ്രഹസനം കൊണ്ട് വന്നിരിക്കുന്നത്. നാട്ടുകാർക്ക് ഉപകാരപ്പെട്ട വല്ലതും ചെയ്യാറുണ്ട്. എന്തൊക്കെയാ ഗൾഫ് രാജ്യത്തിലെ യുദ്ധത്തിനെ പറ്റി വിളിച്ചു പറയുന്നത് ഓർമ്മയുണ്ട? എന്തിനാണെന്ന് വെച്ചാൽ യുവമാർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് റീച്ചാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കോലിയല്ല. റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാതെ പിന്നെ വേറെ നമ്മൾ വിചാരിക്കുന്ന എന്താ, ഇവരൊക്കെ ഭയങ്കര സംഭവമാണ്, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നൊന്നും അല്ല. ഇപ്പൊ സുജയ പാർവതി ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, അവരെവിടെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അറിയും നന്നാക്കാനൊന്നും അല്ല. പൈസക്ക് വേണ്ടി അവർക്കും പൈസയുണ്ട്, ശമ്പളമുണ്ട്, നല്ല ശമ്പളമുണ്ട്, അടിപൊളി ശമ്പളം അവരൊക്കെ വാങ്ങിക്കുന്നത്. ആ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണി അവരെടുക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ട്രോളുകളും കാര്യങ്ങളും വരും. പക്ഷെ സുജാ പാർവതിക്കെതിരെ നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. അതായത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും നോക്കിയോ ഉണ്ടെന്ന് കുറെ എഴുതി ഒട്ടിച്ച കാര്യങ്ങളാണെന്ന് ഏത് ബുദ്ധിയിലും പറയാൻ പറ്റും, അല്ലെങ്കിൽ ഏത് പിന്നെ ബുദ്ധിയില്ലാത്തവനും പറയാൻ പറ്റും. അല്ലാതെ ഇതിനൊന്നും വലിയൊരു കാര്യങ്ങളോ ഇതൊന്നും വേണ്ടടോ, എന്തിനാടോ ഇങ്ങനെ വെറുതെയെങ്കിലും വന്നിട്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും തമ്മിലടിക്കാതിരിക്കുക, നല്ല നല്ല വാർത്തകൾ മുന്നോട്ട് വെക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ടി വി പോലെയുള്ള പണച്ചാക്കുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇട്ടിട്ട് ഒരു 5 നേടിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ബിഗ് ടി വി ഒന്നും ഇനിയിപ്പോഴേക്ക് മൊത്തത്തിൽ അങ്ങ് ഭരണം മാറുമല്ലോ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് മാറുമല്ലോ, ഇന്ത്യ മൊത്തം മാറാൻ വേണ്ടി പോകുമല്ലോ, ഇനി നാളെ മുതൽ നമുക്കെല്ലാം വന്ന് ഇന്ത്യയിൽ നിൽക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യാം, ഒരു തേങ്ങാക്കൊലിയും നടക്കത്തില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, നമ്മുടെ നാട്ടിൽ അവസാന കളിയാണ് കളിക്കുന്ന ഈറ്റുകൾ. സാലറി എത്രയാണ് കൊടുക്കുന്നതോ? ഇതിനിടയ്ക്ക് ഞാൻ വെറുതെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ എന്നാ വിചാരിച്ചെന്നാ ഒന്ന് വിളിച്ചേക്കാന്ന്. ഞാൻ വെറുതെ വിളിച്ചപ്പോഴേ ആ പുണ്ണാക്കാൻ പറയാം 10,000 രൂപയാണ് കൊടുക്കുന്നതെന്ന്. ആലോചിച്ച് നോക്കണമെങ്കിൽ 10,000 രൂപ പോലും ആയിരുന്നു. ഇവന്മാർക്ക് എത്ര ഈ 10,000 രൂപക്ക് എന്ത് മീൻ പഠിക്കാൻ പറ്റുമോ? മര്യാദയ്ക്ക് കഷ്ടം.